അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നൊരു കവിവാക്യം ഓർമ്മ വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ എത്ര കണ്ട് നമുക്ക് ഈ ഒരു ആപ്തവാക്യം, അതായത് സാമൂഹ്യ സേവനം എന്നുള്ളൊരു കാര്യത്തിലൂടെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തിപൂർണ്ണമാക്കുക, അതോടൊപ്പം നമ്മുടെ ഉള്ളിലെ ജീവിത മൂല്യങ്ങളെ പുതിയ തലമുറക്കും അത് സമൂഹത്തിന് എങ്ങനെ പകർന്നു കൊടുക്കാൻ സാധിക്കും, എങ്ങനെ ഈ വാനപ്രസ്ഥ ജീവിതം അങ്ങനെ ധന്യമാകാൻ സാധിക്കും? ശ്രീ കണ്ഠമംഗലം നമുക്ക് നിർദ്ദേശം തരും. ഈ നേരത്തെ മുരളി മാധവ് സാറ് പറഞ്ഞു, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സേവനം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു സേവനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാവും. നല്ല സന്തോഷം, അത് ചെയ്തു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിശക്കുന്നവർക്ക് നമ്മൾ ഇത്തിരി ആഹാരം കൊടുത്തു, അല്ലെങ്കിൽ രോഗികളായിട്ട് കിടക്കുന്നവരടുത്ത് ചെന്ന് നമ്മളെന്തെങ്കിലും ശുശ്രൂഷകൾ ചെയ്തു, സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർക്ക് നമ്മളെന്തെങ്കിലും ചെറിയ ഒരു സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിഷമിക്കുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുമ്പോൾ, അത്തരം സഹായങ്ങളൊക്കെ ചെയ്ത് വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരാനന്ദം അതെത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് ചെയ്തു നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. അപ്പം ഞാനിത് പറയാനൊരു കാരണമുണ്ട്. എൻ്റെ വൈഫ്, ഞാൻ എൻ്റെ വൈഫിനെ പറ്റി പറയുന്നതല്ല കേട്ടോ, എൻ്റെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണം. അവർ ഈ പാലിയേറ്റീവ് കെയർ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? വീടുകളിലൊക്കെ കിടപ്പിലായ രോഗികളെ പോയി ശുശ്രൂഷിക്കുക, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. അവരെത്രയോ വർഷമായിട്ട് അവർ അതിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ദിവസം എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നീ ഇങ്ങനെ ഓരോരോ കാരണം നമ്മൾ രാവിലെ ശനിയാഴ്ചയൊക്കെ പോവുക, രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരും. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നില്ല, ഒരു രൂപ പോലും തിരിച്ച് കിട്ടുന്നില്ല, മാത്രമല്ല അവർക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാറുണ്ട് ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ ഇതുകൊണ്ടൊരു കിട്ടുന്ന ഒരു ഗുണം? അപ്പം എന്നോട് പറഞ്ഞു, അത് എൻ്റെ കൂടെ വരാത്ത നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ അവരോട് പോവാറില്ല. അത് വാക്കുകളെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പല പല വീടുകളിലും തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ് കിടക്കുന്ന ആൾക്കാരെ വീട്ടിൽ മക്കളൊന്നും നോക്കാതെ ഒറ്റയ്ക്കായിട്ട് വിഷമിക്കുന്നവർ, അങ്ങനെ ഒരുപാട് വീടുകളിൽ, അവർ മാത്രമല്ല, അങ്ങനെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരാനന്ദം അതെനിക്ക് എത്രയാണെന്ന് പറയാൻ പറ്റില്ല എന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ പേര്, ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ പല പല രംഗത്തും സാമൂഹ്യ സേവനം ചെയ്യുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ ഈ വാനപ്രസ്ഥാശ്രമി ആരാധന ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള സേവകൾ. ഞാനൊരിക്കൽ ഒരു കോഴിക്കോട് ഭാഗവതം നടന്ന ISROയുടെ ഒരു ചെയർമാൻ, കുറേ നേരം ഞങ്ങൾ ഒരു 2 മണിക്കൂറോളം നേരം ഇങ്ങനെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, പങ്കിപ്പോൾ എന്താ ചെയ്യുന്നത്? മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലാളിത്യം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു സാധാരണ എന്താ പറയുക, ഒരു സാധാരണ ഒരു മുണ്ടും ഒരു വെളുത്ത ഒരു കോട്ടൺ കുപ്പായൊക്കെ ഇട്ട് കുറേ നേരമാണ്, ഞാനും ആരുമല്ലാന്ന് എനിക്കറിയാം, ഇത്രയും വലിയ പോസ്റ്റിലിരുന്ന ഒരാൾ എന്നോട് 2-3 മണിക്കൂർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അങ്ങിപ്പോൾ എന്താ ഇപ്പം ചെയ്യണത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ ഏകദേശം ഒരു 10 വയസ്സിൻ്റെയും ഒരു 20 വയസ്സിൻ്റെയും ഇടയ്ക്കുള്ള ഒരുപാട് കുട്ടികൾക്ക് നമ്മുടെ ISRO പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള, അല്ലെങ്കിൽ ശാസ്ത്രരംഗത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങൾ പല വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പോയി അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് ഞങ്ങൾ ഒരു സേവന മനോഭാവത്തോടെ അവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും ക്ലാസ്സുകളും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കിപ്പോൾ അതല്ലാതെ പോലും ഒന്നും ചിന്തിക്കാനേ ഇല്ല. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് ആ മഹാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഞാൻ എത്രയോ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു കാലത്ത് നമുക്ക് ചെയ്യാവുന്നത് ഒരു സംശയവുമില്ല, പലതരത്തിലുള്ള സേവനങ്ങളാണ്. ആ സേവനങ്ങളെ കൂടെ ഭഗവാൻ ഇതിനെപ്പറ്റി നിരവധി ശ്ലോകങ്ങളിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതിന് ഭക്തിയോടുകൂടി ചേർന്ന സേവനം എന്നൊക്കെയാണ് പറയും. സേവനം ചെയ്യുക, അപ്പോൾ അത് പലതരത്തിലാവും. അപ്പോൾ ആ സേവന മനോഭാവം നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. പിന്നെ നേരത്തെ പറഞ്ഞ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, നാമം ജപിക്കുക,
ഗീതയിലൊക്കെ പറയാൻ പറ്റില്ലേ, ഗീതയുടെ സാരം മാമനുസ്മര യുദ്ധ്യജ കഴിഞ്ഞു. ഭഗവാനെ സ്മരിക്കുക, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ നമ്മൾ തന്നെ സമൂഹത്തിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. നരസിംഹമൂർത്തിയോട് പ്രഹ്ലാദൻ പറയുന്ന മനോഹരമായൊരു ശ്ലോകമുണ്ട്. ഞാൻ ശ്ലോകമൊന്നും ചൊല്ലുന്നില്ല, അതിനർത്ഥം ഇതാണ്: ഭഗവാൻ, ഈ മനസ്സിലൊരാഗ്രഹമുണ്ടാകുമ്പോൾ അത് നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രഹ്ലാദൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നരസിംഹമൂർത്തി എന്ത് വരം വേണം ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, കാമാനാം ഹൃദി അസംരോഹം ഭവതസ്തു വൃണേ വരം. ശരിക്കും പറഞ്ഞാൽ നരസിംഹമൂർത്തി അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവുമല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? പ്രഹ്ലാദൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ കാമാനാം ഹൃദി അസംരോഹം. എന്താ അർത്ഥം? എൻ്റെ മനസ്സിൽ ഒരാഗ്രഹങ്ങളും മുളച്ചു വരരുത്. ആഗ്രഹം ഉണ്ടായാൽ ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും പ്രഹ്ലാദൻ അടുത്ത ശ്ലോകത്തിൽ എണ്ണി 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 പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും ആഗ്രഹിക്കാതെ സമൂഹത്തെ സേവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം എന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്.